അങ്ങനെ ഒടുക്കം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ ഇന്ത്യ മുന്നണിയുടെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടുകുത്തി എന്ന് തന്നെ പറയാം. രാജ്യത്ത് ഈ ഒരൊറ്റ സംഭവ വികാസം തന്നെ ജനങ്ങളിൽ വീണ്ടും ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ്. അതായത് മോദിക്കെതിരെയുള്ള പരാതി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുകയാണ്. അതിനർത്ഥം ആ പരാതി സ്വീകരിക്കുകയും അതിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ നമ്മളെപ്പോലും നിരാശയിലാഴ്ത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു മോദി വിദ്വേഷ പ്രസംഗ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നതായിരുന്നു അത്. അഥവാ രാജ്യത്തെ മുസ്ലിങ്ങളെ പിച്ചു ചീന്തി പെറ്റുകൂട്ടുന്ന കുട്ടികളെ ഉണ്ടാക്കിക്കൂട്ടുന്നവർക്ക് സ്വത്തുകൾ കോൺഗ്രസ് നൽകുന്നു എന്ന പരാമർശം നമ്മൾ ഓർക്കുന്നു. അമ്മമാരെ പെങ്ങന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്, അവരുടെ കെട്ടുതാലി പോലും പിടിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വൈകാരിക പ്രസംഗം രാജസ്ഥാനിൽ അരങ്ങേറിയത്. കൂടാതെ നുഴഞ്ഞു കയറ്റക്കാരാക്കി മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയും ചെയ്തു. 144 കോടി ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിഷം തുപ്പിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം യാതൊരു കുഴപ്പവുമില്ല, മോദി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞങ്ങളെ അതൊന്നും ബാധിക്കില്ല എന്ന മട്ടിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയത്. എന്നാൽ അവിടെയാണ് രണ്ടും കൽപ്പിച്ച് പ്രതിപക്ഷം ഇറങ്ങിയത്. കോൺഗ്രസും CPM അടക്കം പ്രതിപക്ഷ നിരയിലുള്ളവർ പരാതിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിൽ പരാതി ലഭിച്ചു എന്നും പ്രസംഗം പരിശോധിച്ചു വരികയാണെന്നും അറിയിച്ചു. ആദ്യം രാജസ്ഥാനിലായിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗം. അതിൽ പരാതികൾ ഉയർന്നു. എന്നിട്ടും മോദി ട്രാക്ക് അല്പമൊന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് അലിഗഡിൽ ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത് വീതം വെക്കും, എല്ലാവരുടെയും സ്വത്തും വരുമാനവും ഓഡിറ്റ് ചെയ്യുമെന്ന് കോൺഗ്രസിന്റെ രാജകുമാരൻ പറയുന്നു. വീട്, വാഹനം, സ്വർണം ഒക്കെ പിടിച്ചെടുക്കും. സ്ത്രീകൾ അവരുടെ ധനമായി കരുതുന്ന സ്വർണം പോലും പിടിച്ചെടുക്കും. അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കെട്ടുതാലി പിടിച്ചെടുക്കും. ഇതേസമയം മുസ്ലിങ്ങൾ തന്നെ രക്ഷകനായാണ് കരുതുന്നത് എന്നതായിരുന്നു മോദി പറഞ്ഞത്. ഇതാണ് ആ ട്രാക്ക് മാറ്റൽ. മുത്തലാഖ് നിർത്തലാക്കിയതോടെ മുസ്ലിം വനിതകൾ മോദിയുടെ രക്ഷകനായാണ് മോദിയെ കരുതുന്നത്. പസ്മാന്ത മുസ്ലിങ്ങൾക്ക് സാമൂഹിക ജീവിതത്തിൽ പരിഗണന കിട്ടിയത് മോദി വന്നതോടെയാണ് എന്നൊക്കെയായിരുന്നു മറ്റു രൂപത്തിലാക്കിക്കൊണ്ട് മോദി പറഞ്ഞത്. മുസ്ലിങ്ങൾ തന്നെ രക്ഷകനായി കാണുന്നു എന്നത് ഇവിടെ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ പഴയപടി തന്നെ. എന്തായാലും പരാതി കിട്ടി, പരിശോധിക്കുന്നു എന്ന കാര്യമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അത് തന്നെ വലിയ കാര്യം.